PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെയധികം പ്രധാനപ്പെട്ടതും അതുപോലെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സിലബസിൽ തന്നിട്ടുള്ള ധനതത്വശാസ്ത്രം എന്ന ഭാഗത്തിൽ വരുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ഇതാ ഇവിടെ നോക്കിക്കേ, ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന്. ഇതിൽ ബാങ്കുകളെ പിന്നീടും വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നും, അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ബാങ്കിതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നും വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ ബാങ്കുകൾ എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചധികം ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ബാങ്കുകൾ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമ്പത്തിക സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. RBI തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇനി ഇന്ത്യയിൽ ഈ ബാങ്കുകളുടെ വളർച്ച എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 1970 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. 1970 ഈ ഒരു ബാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ബാങ്കിങ് മേഖലയുടെ വളർച്ച പൊതുവെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടം, അതായത് ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ഘട്ടത്തെയാണ് ആദ്യ ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് 2 ദേശസാൽക്കരണങ്ങളും നടന്നിട്ടുള്ളത്. അതിനുശേഷം 1991 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തെയാണ് 3ആം ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കാലഘട്ടം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇത് വിശദമായി പറയുകയാണെങ്കിൽ 1770 മുതൽ 1969 വരെയുള്ള ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം നമ്മൾ പറഞ്ഞു. ഈ ഒരു ആദ്യഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രസിഡൻസി ബാങ്കുകൾ, 3 പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിക്കുന്നത്. ആ 3 ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ള പ്രസിഡൻസി ബാങ്കുകൾ. ആദ്യഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും അതുപോലെ വളർച്ചയും എല്ലാം സാവധാനത്തിലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചു. ഒന്നാമത്തെ ഘട്ടം 1770 മുതൽ 1969 വരെയാണ്. ഓക്കെ, ഇനി രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം.
ഈ ഒരു കാലഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് വേഗത്തിലായിട്ടുണ്ട്. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് ബാങ്കുകൾ പ്രവർത്തിക്കണം എന്നൊരു കാഴ്ചപ്പാട് വന്നതോട് കൂടിയിട്ട് വേഗത കൂടി, അതുപോലെ തന്നെ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്കും നയിച്ച ഒരു കാലഘട്ടമാണ് രണ്ടാമത്തേത്. ബാങ്കുകളുടെ രണ്ടാം ഘട്ടത്തിലാണ് ദേശസാൽക്കരണം നടന്നത് 2 വർഷങ്ങളിലായിട്ട്. ഏതൊക്കെയാണ്? 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരിച്ചത് ഏതൊക്കെ വർഷങ്ങളിലാണ്? 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും. ദേശസാൽക്കരണം വിശദമായി തന്നെ നമ്മൾ പറയും. ഇത് ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി 3-ാം ഘട്ടമാണ്. 1991 മുതലുള്ള 3-ാം ഘട്ടത്തിൽ ബാങ്കിങ് മേഖല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ മറ്റ് അനേക സേവനങ്ങൾ നടപ്പിലാക്കിയിട്ട് വേഗത, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്കൊക്കെ സഹായകമാകുന്ന പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. ഉദാഹരണമായിട്ട് ATM, ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങൾ, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഈ ഒരു 3-ാം ഘട്ടത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ചിട്ടുള്ള 3-ാം ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ചിട്ടുള്ള സ്വകാര്യ ബാങ്കുകൾ നൂതന ബാങ്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ബാങ്കുകൾ, നൂതന ബാങ്ക് പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ദേശസാൽക്കരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ബാങ്കുകളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ദേശസാൽക്കരണം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തിനാണ് ദേശസാൽക്കരണം നടത്തുന്നത്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. ഇനി ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട PSC ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവ ഓരോന്നും. ഇനി പറയാൻ പോകുന്ന ഓരോ പോയിന്റ്സും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി എഴുതി വെച്ച് ഓർത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 1-ാമത്തെ ബാങ്ക് ദേശസാൽക്കരണം. ആദ്യമായി ബാങ്കുകൾ ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1969 ജൂലൈ 19 ആദ്യമായി ബാങ്കുകൾ ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ടത്. 1969 ജൂലൈ 19. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ എത്ര എണ്ണമാണ്? 14 എണ്ണമാണ് കേട്ടോ. 14 ബാങ്കുകളാണ് 1969 ദേശസാൽക്കരിക്കപ്പെട്ടത്. എന്നാൽ ഈ ഒരു ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ രാഷ്ട്രപതിയോ? VV ഗിരി. VV ഗിരിയാണ് 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് 1-ാം ഘട്ടത്തിൽ ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര ബാങ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്? 14 ബാങ്കുകൾ. ആദ്യമായിട്ട് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969 ജൂലൈ 19. 14 ബാങ്കുകളാണ്. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് 1-ാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ, 1-ാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി VV ഗിരിയുമായിരുന്നു. ഇനി 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണമാണ്. ഇന്ത്യയിൽ 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15 ഇന്ത്യയിൽ 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 1980 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 6. 6 ബാങ്കുകളാണ് 1980 ദേശസാൽക്കരിക്കപ്പെട്ടത്. ഇനി 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു 2-ാം ഘട്ടത്തിലും ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്തെ രാഷ്ട്രപതി മറ്റൊരാളാണ്, കൃത്യമായി ഓർത്തു വെച്ച് പഠിക്കുക. നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി.
ഈ രണ്ടാമത്തെ ദേശസാൽക്കരണത്തിൽ 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15-ന് 6 ബാങ്കുകളാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയുമാണ് 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. അങ്ങനെ ദേശസാൽക്കരണത്തിന് ശേഷം ആകെ ബാങ്കുകൾ 20ആയി. അതിനുശേഷം 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ എണ്ണം 19ആയി. അതായത് ദേശസാൽകൃത ബാങ്കായിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു 1993. അതോടെ ബാങ്കുകളുടെ എണ്ണം 19ആയി. ബാങ്ക് ലയനത്തിന്റെ കാര്യം പറയുമ്പോൾ 2019-ലെയും 2020-ലെയും ബാങ്ക് ലയനത്തിന്റെ കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. 2019-2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി ആരാണെന്നൊരു ചോദ്യം വന്നേക്കാം. നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് 2019-2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രത്യേകത എന്നറിയാലോ? ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലും അതുപോലെ വിദേശത്തുമായിട്ട് 5000-ഓളം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ, ലാലാ ലജ്പത് റായ്. ഇനി ഇവിടെ 2 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതും രണ്ടാമത് പ്രവർത്തനം ആരംഭിച്ചതുമായിട്ടുള്ള വർഷങ്ങളാണ്. 1894 മെയ് 19-ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമാവുകയും തൊട്ടടുത്ത വർഷം 1895 ഏപ്രിൽ 12-ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ 1894 മെയ് 19-ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായി. 1895 ഏപ്രിൽ 12-ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന്. അതെങ്ങനെയാണ്? 2020 ഏപ്രിൽ 1-ന് ശേഷമുള്ള ബാങ്ക് ലയനത്തോടു കൂടിയിട്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ആയത്. അന്ന് ലയിച്ചിട്ടുള്ള ബാങ്കുകൾ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. ഈ 2 ബാങ്കുകൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 2020 നടന്ന ലയനത്തിൽ ചേർന്നു. അടുത്തത് സ്ഥിര നിക്ഷേപങ്ങൾക്കായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മഹാ ബച്ചത് സ്കീം. മഹാ ബച്ചത് സ്കീം എന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായിട്ട് ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അല്ലെങ്കിൽ VRS പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. VRS പോലെ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച മറ്റൊന്നാണ് പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ. 2019 സെപ്റ്റംബറിലാണ് പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ഇന്ത്യൻ ബാങ്കാണ്.
സ്ഥാപിച്ചത് 1894 മെയ് 19 പ്രവർത്തനം ആരംഭിച്ചത് 1895 ഏപ്രിൽ 12 125ാമത് വാർഷികം ആഘോഷിച്ചത് 2019 പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 125ാമത് വാർഷികം ആഘോഷിച്ചത് 2019 ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ. ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി സ്ഥിര നിക്ഷേപങ്ങൾക്കായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് മഹാബച്ചത് സ്കീം. അത് കഴിഞ്ഞ് സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അല്ലെങ്കിൽ VRS പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അതിനുശേഷം പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ 2019 സെപ്റ്റംബറിൽ ആരംഭിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ 2019 സെപ്റ്റംബറിൽ ആരംഭിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. അടുത്തതിലേക്ക് പോവാം. നമ്മളിത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ബാങ്കുകളെ 4ആയി ഭാഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിടുന്നതാണ് അല്ലേ? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അപ്പോൾ അതിലെ വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ വാണിജ്യ ബാങ്കുകൾ. ഈ ബാങ്കുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, നിക്ഷേപം സ്വീകരിക്കുക, വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടുള്ള വായ്പകൾ നൽകുകയും ചെയ്യുകയാണ് ഈ വാണിജ്യ ബാങ്കുകളുടെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും അതുപോലെ സ്വകാര്യ ബാങ്കുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതിൽ സ്വകാര്യ ബാങ്കുകളെ പിന്നീട് സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളെന്നും സ്വകാര്യ വിദേശ ബാങ്കുകളെന്നും കൂടി രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഈ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്ക്. പൊതുമേഖലാ വാണിജ്യ ബാങ്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? SBIയും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കും. ഈ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടും സർക്കാരിനാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളും. ഉടമസ്ഥത സ്വകാര്യ വ്യക്തിക്കാണെങ്കിലും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്താണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്തുമായിട്ടുള്ള ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള ബാങ്കിങ് സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ഈ വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ ബാങ്കുകളെന്നും തരംതിരിക്കുന്നുണ്ട്. സ്വകാര്യ ബാങ്കുകളെ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളെന്നും സ്വകാര്യ വിദേശ ബാങ്കുകളെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്തുമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. എന്നാൽ ഈ സ്വകാര്യ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ് ഉടമസ്ഥാവകാശം എങ്കിലും അതിൻ്റെ നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് സ്വകാര്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ SBIയും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണെന്ന്. അപ്പോൾ എന്താണ് SBIയുടെയും റീജിയണൽ റൂറൽ ബാങ്കിൻ്റെയും പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB.
1975 സെപ്റ്റംബർ 26 ഇറക്കിയ ഒരു ഓർഡിനൻസിൻ്റെയും അതുപോലെ 1987 RRB ആക്ടിൻ്റെയും വ്യവസ്ഥകൾക്ക് കീഴിലാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത്. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളാണ്, അതായത് സർക്കാർ ബാങ്കുകളാണ്. അടിസ്ഥാന ബാങ്കിങ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ട് പ്രാഥമികമായി ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ സേവനം ചെയ്യുക എന്നതാണ് ഈ ഒരു ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായ വർഷം 1975 ഒക്ടോബർ 2 1975 ഒക്ടോബർ 2 റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത്. ഈ റീജിയണൽ റൂറൽ ബാങ്ക് തന്നെയാണ് ഗ്രാമീൺ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രാമീണ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് തന്നെയാണ്. ഇനി റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? തൊട്ടടുത്ത വർഷം റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായ വർഷം 1975. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1976. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്നത് 1976. ഇനി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം? നരസിംഹം കമ്മിറ്റിയാണ് കേട്ടോ. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മൊറാദാബാദിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലുള്ള മൊറാദാബാദിലാണ് ആദ്യ റീജിയണൽ റൂറൽ ബാങ്ക് ആരംഭിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ഏറ്റവും കൂടുതൽ RRBs ഉള്ള, ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളായിട്ട് കണക്കാക്കുന്ന സിക്കിമും ഗോവയും ആണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ. 2 സംസ്ഥാനങ്ങളിലാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇല്ലാത്തത്, സിക്കിമും ഗോവയാണത്. കൃത്യമായി ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ RRBs ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശുമാണ്. ആദ്യത്തെ RRB വന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ്. ഓക്കെ. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്, പൊതുവെ ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് ജാമ്യവസ്തു ഇല്ലാതെ തന്നെ ചെറുകിട വായ്പകൾ നൽകിയിട്ട് അതിലൂടെ അവരെ സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പേരാണ് മുഹമ്മദ് യൂനുസ്. ഒരു ബംഗ്ലാദേശി സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിൻ്റെ സ്ഥാപകനുമാണ് ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിനും അതുപോലെ ഗ്രാമീണ ബാങ്കിനും സംയോജിതമായിട്ട് 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് PSC ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് പറയുന്നത് മുഹമ്മദ് യൂനുസ് ആണ്. ഓർത്തിരിക്കുക, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനുസ് ആണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീണ ബാങ്കാണ് കേട്ടോ. കേരളത്തിലെ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. കേരളത്തിലെ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക് കേട്ടോ. കേരള ഗ്രാമീണ ബാങ്ക് സ്ഥാപിതമായ വർഷം എന്നാണ്? 2013 ജൂലൈ 8. നമ്മൾ പറഞ്ഞു അല്ലേ, സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും തമ്മിൽ ലയിപ്പിച്ച് കേരള ഗ്രാമീണ ബാങ്ക് രൂപീകൃതമായ വർഷം 2013 ജൂലൈ 8. അപ്പോൾ എന്നാണ് കേരള ഗ്രാമീണ ബാങ്ക് സ്ഥാപിതമായത്? 2013 ജൂലൈ 8. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്താണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇനി ആ ഒരു ബാങ്കിൻ്റെ, കേരള ഗ്രാമീണ ബാങ്കിൻ്റെ പ്രധാന സ്പോൺസർ എന്നറിയപ്പെടുന്നത് കാനറ ബാങ്കാണ്. കാനറ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ പ്രധാന സ്പോൺസർ. ഇനി ആപ്തവാക്യം എന്താണെന്ന് നോക്കാം. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്നത്
കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആപ്തവാക്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള ഗ്രാമീണ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013 ജൂലൈ 8 സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും തമ്മിൽ ലയിപ്പിച്ചാണ് കേരള ഗ്രാമീൺ ബാങ്ക് 2013 ജൂലൈ 8 രൂപീകൃതമായത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രധാന സ്പോൺസർ കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് SBI ബാങ്കിനെ കുറിച്ച് പഠിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ഈ ഒരു SBI ബാങ്കിൻ്റെ ചരിത്രം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ നടുക്കുണ്ട്. വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകൾ നമ്മൾ പറഞ്ഞില്ലേ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, ഈ 3 ബാങ്കുകളും സംയോജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അതിനുശേഷം ഈ ഒരു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ പങ്കാളിത്തമില്ലാത്ത ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം 1955 ജൂലൈ 1 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം, വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ ഒരു ചരിത്രം പറഞ്ഞത് നമുക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി SBI ബാങ്കിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ PSC ഇതിന് മുന്നോടിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. SBI ന്ന് ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പ്രധാനപ്പെട്ടവയെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഇതെല്ലാം എഴുതി വെച്ച് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI തന്നെയാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കും SBI തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് SBI ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI ആണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കും SBI തന്നെയാണ്. ഇനി ഇസ്രായേലിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കും SBI ആണ്. കൂടാതെ ചൈനയുടെ ദേശീയ നൂതന പേയ്മെന്റ് സംവിധാനവുമായിട്ട് ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കും SBI തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? ഇസ്രായേലിൽ ശാഖ ആരംഭിച്ചു, ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ചു, ചൈനയുടെ ദേശീയ നൂതന പേയ്മെന്റ് സംവിധാനവുമായി ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കും SBI തന്നെയാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം SBI തന്നെയാണ്. അടുത്തത് 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചതും SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ചത് SBI ആണ്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മഹോത്സവ് ഡിപ്പോസിറ്റ് ആരംഭിച്ചതും SBI ആണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിൽ നിന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്കും SBI ആണ്. ഇത് കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്കും SBI ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചതും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാനായി ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ചതും SBI ആണ്. അമൃത് മഹോത്സവത്തിന്റെ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ചതും SBI ആണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുവാനുള്ള സൗകര്യം ആരംഭിച്ചതും SBI ബാങ്കാണ്. ഇത് കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്കും SBI ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ആപ്തവാക്യങ്ങൾ ചോദിക്കുന്നത് PSCയുടെ ഒരു രീതിയാണല്ലേ. അപ്പോൾ SBIയുടെ ആപ്തവാക്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നതാണ് SBIയുടെ ആപ്തവാക്യം. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നതാണ് SBIയുടെ ആപ്തവാക്യം. ഇനി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ കൃത്യമായി ഓർത്ത് വെക്കണം. JM കെയ്ൻസ് എന്നാണ്. JM കെയ്ൻസ് ആണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഇനി SBIയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ്. നമ്മളിപ്പോൾ നേരത്തെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ഈ ഒരു ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായത് എപ്പോഴാണ്? 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1921 ജനുവരി 27 ഇനി ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്നാണ്? 1955 ജൂലൈ 1 ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1955 ജൂലൈ 1 SBIയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ്. ഇന്ത്യക്ക് പുറത്തും ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് SBI. ഇസ്രായേലിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കും SBI ആണ്. ചൈനയുടെ ദേശീയ നൂതന പേയ്മെന്റ് സംവിധാനവുമായി ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കും SBI ആണ്. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ചതും SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ചത് SBI ആണ്. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് SBI ആണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ആരംഭിച്ച ബാങ്കും SBI ആണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്കും SBI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കും SBI ആണ്. SBIയുടെ ആപ്തവാക്യം എന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നതാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് 1921 ജനുവരി 27 ഈ ഒരു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പഴയ പേരായിട്ടാണ് കണക്കാക്കുന്നത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ JM കെയ്ൻസ് ആണ്. SBIയുടെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ്. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1955 ജൂലൈ 1 അപ്പം ഇത്രയും ഓക്കെ ആണല്ലോ. SBIയെ കുറിച്ചുള്ള കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാരയാണ്. ദിനേശ് കുമാർ ഖാരയാണ് SBIയുടെ നിലവിലെ ചെയർമാൻ. ഇനി SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ്? ജോൺ മത്തായി. ജോൺ മത്തായിയാണ് SBIയുടെ ആദ്യ മലയാളി ചെയർമാൻ. ഇനി SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. അരുന്ധതി ഭട്ടാചാര്യയാണ് SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. ഇനി ടാഗോറും രവീന്ദ്രനാഥ ടാഗോറും SBIയുമായി കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന കവി ആരാണ് എന്നുള്ളതാണ്. ടാഗോറാണ്. പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാണ് ടാഗോർ. അടുത്തത് യോനോ SBI. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ആപ്ലിക്കേഷനാണ് യോനോ ആപ്ലിക്കേഷൻ. യു ഓൺലി നീഡ് വൺ എന്നുള്ളതാണ് യോനോയുടെ ഫുൾ ഫോം വരുന്നത്. ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ആപ്ലിക്കേഷനാണ് യോനോ. ഇനി SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിത്ഡ്രോവൽ സർവീസാണ് യോനോ ക്യാഷ്. അത് കണക്റ്റഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. അടുത്തത് യോനോ മർച്ചൻ്റ് ആണ്. എന്താണ് യോനോ മർച്ചൻ്റ്? യോനോ മർച്ചൻ്റ് ആപ്പ് എന്നുള്ളത് കച്ചവടക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് SBI പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് യോനോ മർച്ചൻ്റ് ആപ്പ്. യോനോ മർച്ചൻ്റ് ആപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് SBI പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് യോനോ മർച്ചൻ്റ് ആപ്പ്. അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ. SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാരയാണ്. SBIയുടെ ആദ്യ മലയാളി ചെയർമാൻ ആരാണ്? ജോൺ മത്തായി ആണ്. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ.
പത്രപരസ്യത്തിൽ SBIയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവി ടാഗോറാണ്. ഉപഭോക്താക്കൾക്കായിട്ട് SBI ആരംഭിച്ച ആപ്ലിക്കേഷനാണ് യോനോ ആപ്ലിക്കേഷൻ. SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിത്ഡ്രോവൽ സർവീസാണ് യോനോ ക്യാഷ്. ഇനി കച്ചവടക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് SBI പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് യോനോ മർച്ചൻ്റ് ആപ്പ്. ഇത്രയും ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ബാങ്കുകളിൽ പറഞ്ഞിട്ടുള്ള വാണിജ്യ ബാങ്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തത് സഹകരണ ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളല്ലാത്തതുമായ ബാങ്കുകൾ അറിയപ്പെടുന്ന പേരാണ് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വമായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, അതേ തുടർന്ന് ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നിവയൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം പറയുന്നത്? സഹകരണ ബാങ്കിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ: ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇനി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത്. ഇനി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നത് മറ്റൊരു ചോദ്യമാണ്. ഫെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എവിടെയാണ്? ഇംഗ്ലണ്ട്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫെഡറിക് നിക്കോൾസണുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കുക കേട്ടോ. പൊതുവെ ഈ സഹകരണ ബാങ്കുകളെ 3 വിവിധ തലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നാമതായിട്ട് സംസ്ഥാന സഹകരണ ബാങ്ക്, രണ്ടാമത് ജില്ലാ സഹകരണ ബാങ്ക്, മൂന്നാമത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. സംസ്ഥാന സഹകരണ ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമായിട്ടാണ് കണക്കാക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ ഒരു സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും എത്തിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകളാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും എത്തിക്കുന്നത്. ലാസ്റ്റ് പറയുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ്. പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രാഥമിക സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 3 വ്യക്തമായല്ലോ. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക് എന്നിങ്ങനെയാണ് സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. മൂന്നാമതായിട്ട് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയും ചെയ്യുന്നു. ഇത്രയും വ്യക്തമായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരള ബാങ്കിനെ കുറിച്ചാണ്. കേരള ബാങ്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്.
വിവിധ ജില്ലകളിലെ സഹകരണ ബാങ്കുകളും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും ഒന്നിച്ചു ചേർന്നാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. സംസ്ഥാനത്തുള്ള ഗ്രാമീണ നഗര ജനസമൂഹങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കേരള ബാങ്ക് രൂപീകരിച്ചത്. നമ്മൾ പറഞ്ഞു അല്ലേ, ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും സംയോജിച്ചാണ് കേരള ബാങ്ക് രൂപപ്പെട്ടത് എന്ന്. എന്നാൽ ഇത് രൂപപ്പെടുന്ന സമയത്ത് കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുമാണ് സംയോജിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2021 നവംബർ 3 മലപ്പുറം ജില്ലയെ കൂടെ 14ാമതുള്ള ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയെ കൂടെ ഈ ഒരു കേരള ബാങ്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളും ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഭാഗമായിട്ടുണ്ട്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത് 2021 നവംബർ 3 അത് ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. മലപ്പുറം ജില്ല ആദ്യം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേരള ബാങ്കിൽ. 2021 നവംബർ 3 മലപ്പുറം ജില്ലയെ സഹകരണ ബാങ്കിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നതിനായിട്ടുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത് കേട്ടോ. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത് 2021 നവംബർ 3 ഓക്കെ ആണല്ലോ. ഇനി എന്നാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്? 2019 നവംബർ 29 2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്ന് കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഒരു കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായിട്ട് പഠനം നടത്താനായിട്ട് കേരള സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. എന്താണ് ആ കമ്മിറ്റിയുടെ പേര്? പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് MS ശ്രീറാം കമ്മിറ്റിയാണ്. ക്ലിയർ ആണല്ലോ. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം നമ്മൾ പഠിച്ചു. 2019 നവംബർ 29 കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് പഠിച്ചു. ഇനി കേരള ബാങ്കിൻ്റെ ആദ്യ CEO ആരാണ്? PS രാജനാണ് കേട്ടോ. PS രാജനാണ് കേരള ബാങ്കിൻ്റെ ആദ്യ CEO. ഇതോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ VR രവീന്ദ്രനാഥാണ്. ഇദ്ദേഹം മുൻ ചീഫ് ജനറൽ മാനേജർ ഓഫ് നബാർഡ് ആയിരുന്നു VR രവീന്ദ്രനാഥ്. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ VR രവീന്ദ്രനാഥ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? കേരള ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലാ ബാങ്കുകളും ചേർന്നാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്? MS ശ്രീറാം കമ്മിറ്റിയുടെ. ഇനി കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം 2019 നവംബർ 29. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം. ആരാണ് കേരള ബാങ്കിൻ്റെ ആദ്യ CEO? PS രാജനാണ്. PS രാജനാണ് കേരള ബാങ്കിൻ്റെ ആദ്യ CEO. ഓക്കെ അല്ലേ? സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്താണ് സവിശേഷ ബാങ്കുകൾ? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. കാർഷിക, വ്യാവസായിക, റിയൽ എസ്റ്റേറ്റ്, ഗ്രാമവികസനം തുടങ്ങിയ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് ധനസഹായം നൽകുന്ന ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകൾ. അതായത് ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ നൽകി വരുന്നുണ്ട് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സവിശേഷ ബാങ്കുകൾ എന്ന് മനസ്സിലായല്ലോ. ഇനി ചില സവിശേഷ ബാങ്കുകളും അതിൻ്റെ സവിശേഷതകളും നോക്കാം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് SCRTയിൽ പറഞ്ഞിട്ടുള്ളതാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ സിഡ്ബി, നബാർഡ് എന്നീ 3 ബാങ്കുകളാണ്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു.
ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതും എക്സിം ബാങ്ക് തന്നെയാണ്. രണ്ടാമതായിട്ട് സിഡ്ബി, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഒരു ബാങ്ക് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്നുണ്ട്. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ഈ ഒരു സിഡ്ബി ബാങ്കിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. സവിശേഷ ബാങ്കുകളുടെ മൂന്നാമത്തെ ഉദാഹരണം നബാർഡാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നബാർഡ്. നബാർഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കും നബാർഡ് തന്നെയാണ് കേട്ടോ. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കും നബാർഡാണ്. ഇനി കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക് ഏതാണ്? നബാർഡാണ് കേട്ടോ. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കും നബാർഡ് തന്നെയാണ്. അപ്പോൾ സവിശേഷ ബാങ്കുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. എക്സാമ്പിളായിട്ട് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ഉദാഹരണം ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അല്ലെങ്കിൽ സിഡ്ബി ആണ്. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. മൂന്നാമതായിട്ട് നബാർഡാണ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ നബാർഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നബാർഡിൻ്റെ ഫുൾ ഫോം ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും PSC ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാറുണ്ട്. PSCയുടെ ഒരു ഫേവററ്റ് ഏരിയ തന്നെയാണ് നബാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് നബാർഡിൻ്റെ ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നബാർഡ് എന്ന് പറയുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി എന്താണ് നബാർഡ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ കൃഷി വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം നബാർഡ് തന്നെയാണ് കേട്ടോ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡാണ്. അതുപോലെ ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കും നബാർഡ് തന്നെയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം. എന്നാണ് നബാർഡ് രൂപീകൃതമായത്? 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. നബാർഡിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? M രാമകൃഷ്ണയ്യയാണ് നബാർഡിൻ്റെ പ്രഥമ ചെയർമാൻ. M രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ പ്രഥമ ചെയർമാൻ M രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കമ്മീഷൻ ഏതാണെന്നൊരു ചോദ്യം വന്നേക്കാം. B ശിവരാമൻ കമ്മീഷനാണ് കേട്ടോ. B ശിവരാമൻ കമ്മീഷനാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. ഇനി ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? അതും നബാർഡ് തന്നെയാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡ്. നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് കേരളത്തിലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നബാർഡ്, അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് നമ്മൾ പറഞ്ഞു. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. എന്നാണ് നബാർഡ് രൂപീകൃതമായത്? 1982 ജൂലൈ 12. നബാർഡിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? M രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? B ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? നബാർഡാണ്. കേരളത്തിലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ അല്ലേ?
ഇനി സിഡ്ബി എന്താണെന്ന് നോക്കാം. സിഡ്ബി എന്നാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ഓക്കെ, ഇനി പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്ക് സിഡ്ബി ആണ് കേട്ടോ. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും സഹായിക്കുന്ന ബാങ്കാണ് സിഡ്ബി. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഡ്ബി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാണ് സിഡ്ബി നിലവിൽ വന്നത്, അല്ലെങ്കിൽ സിഡ്ബി ബാങ്ക് സ്ഥാപിതമായ വർഷം എന്നാണ്? 1990 ഏപ്രിൽ 2 സിഡ്ബി ബാങ്ക് സ്ഥാപിതമായത് കേട്ടോ. 1990 ഏപ്രിൽ 2 സിഡ്ബി ബാങ്ക് സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലുള്ള ലക്നൗ ആണ് കേട്ടോ. ഉത്തർപ്രദേശിലുള്ള ലക്നൗ ആണ് സിഡ്ബി ബാങ്കിന്റെ ആസ്ഥാനം. എവിടെയാണ് സിഡ്ബി ബാങ്കിന്റെ ആസ്ഥാനം? ഉത്തർപ്രദേശിലുള്ള ലക്നൗ. സിഡ്ബി ബാങ്ക് സ്ഥാപിതമായ വർഷം 1990 ഏപ്രിൽ 2. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി, അല്ലെങ്കിൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങുന്നതിനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും സഹായിക്കുന്ന ബാങ്കാണ് സിഡ്ബി. അതുപോലെ ഗ്രാമീണ വ്യവസായങ്ങൾ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഡ്ബി പ്രവർത്തിക്കുന്നത്. സിഡ്ബി ബാങ്ക് സ്ഥാപിതമായ വർഷം 1990 ഏപ്രിൽ 2. ആസ്ഥാനം വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതോടുകൂടി നമ്മൾ സവിശേഷ ബാങ്കുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് വികസന ബാങ്കുകളാണ്. ബാങ്കുകളിലെ അവസാനം പറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് വികസന ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു ബാങ്കാണ് ഈ വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം അല്ലെങ്കിൽ നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കാറുണ്ട്. എന്താണ് പറഞ്ഞത്? വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് വികസന ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കും. ഈ വികസന ബാങ്കുകൾ സ്വകാര്യ ബിസിനസ് കമ്പനികൾക്കും പൊതുമേഖലാ യൂണിറ്റുകൾക്കും ദീർഘകാല വായ്പ നൽകി വരുന്ന ബാങ്കുകളാണ്. അതുകൂടാതെ ഇപ്പോൾ കാർഷിക രംഗത്ത് മാത്രമല്ല, വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ ഇപ്പോൾ വായ്പ നൽകി വരുന്നുണ്ട്. ഇനി ഈ വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ മേഖലകളിലുള്ള, അതായത് കൃഷി, വ്യവസായം, വാണിജ്യം തുടങ്ങിയ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് വികസന ബാങ്ക്. അതുപോലെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നതും വികസന ബാങ്കുകൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ പറഞ്ഞത്? ചില മേഖലകളുടെ, അതായത് കൃഷി, വ്യവസായം, വാണിജ്യം തുടങ്ങിയ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായിട്ട് വികസന ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള വായ്പ നൽകി സഹായിക്കുന്നതും വികസന ബാങ്കുകൾ തന്നെയാണ് കേട്ടോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യയിൽ വികസന ബാങ്കുകളുടെ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്. അതാണ് IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഫുൾ ഫോമും കൃത്യമായി പഠിച്ചു വെക്കണം. വികസന ബാങ്കുകളുടെ ഉദാഹരണമായി ഇന്ത്യയിൽ പറയുന്ന ഒരു ബാങ്കാണ് IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ വികസന ബാങ്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വികസന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്ക് തന്നെയാണ് വികസന ബാങ്കുകൾ. വ്യവസായശാലകളും സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് വികസന ബാങ്കുകളെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ? ദീർഘകാല വായ്പകൾ നൽകിയാണ് ഈ ബാങ്കുകൾ, വികസന ബാങ്കുകൾ നമ്മളെ സഹായിക്കുന്നത്. ദീർഘകാല ധന പിന്തുണ നൽകുന്നതുമായുള്ള സംവിധാനമാണ് വികസന ബാങ്കുകൾ നമുക്ക് നൽകുന്നത്. സ്വകാര്യ ബിസിനസ് കമ്പനികൾക്കും പൊതുമേഖലാ യൂണിറ്റുകൾക്കും ദീർഘകാല വായ്പ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം എന്താണ്? IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ.
ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട ബാങ്കുകളും അവയുടെ സവിശേഷതകളും നോക്കാം. ആദ്യമായിട്ട് ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്ക് തന്നെയാണ്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96-ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം? ദേശീയ മഹിളാ ബാങ്കാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96-ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ദേശീയ മഹിളാ ബാങ്ക്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2013 നവംബർ 19. 2013 നവംബർ 19 ദേശീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത്. മഹിളാ ബാങ്ക് ആരംഭിച്ച എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ? 3ാമത്തെ രാജ്യമാണ് കേട്ടോ. മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനും ടാൻസാനിയയുമാണ് ആദ്യത്തെ 2 രാജ്യങ്ങൾ. 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ തുറന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈയിലാണ്. കേരളത്തിലോ? കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം പറഞ്ഞത് ന്യൂഡൽഹിയാണ്. മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈ. കേരള മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. അടുത്തതായിട്ട് നമുക്ക് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം നോക്കാം. വളരെ പ്രശസ്തമായൊരു മുദ്രാവാക്യമാണ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യവുമായിട്ട് വന്ന ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്നത് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നാണ്. അടുത്തത്, ഈ ഒരു ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു? മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉഷ അനന്തസുബ്രഹ്മണ്യനാണ്. ഉഷ അനന്തസുബ്രഹ്മണ്യനാണ് മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാങ്ക് SBI ലയിച്ചത് എന്നാണെന്ന് കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചത് 2017 ഏപ്രിൽ 1. ഇതുവരെ നമ്മൾ ഭാരതീയ മഹിളാ ബാങ്കുമായി സംസാരിച്ച എല്ലാ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈയിലും കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് തിരുവനന്തപുരത്തുമാണ്. ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് 2013 നവംബർ 19. ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചത് 2017 ഏപ്രിൽ 1. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഭാരതീയ മഹിളാ ബാങ്കാണ്. ലോകത്തിൽ ആദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനും ടാൻസാനിയയ്ക്കും ശേഷം സ്ത്രീകൾക്കായി ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ അപ്പോൾ മഹിളാ ബാങ്ക് ആരംഭിച്ചത് 3ാമത്തേതായിട്ടാണ് കേട്ടോ. ആദ്യം പാകിസ്ഥാനിലും ടാൻസാനിയയിലും ആരംഭിച്ചു. 3ാമതായിട്ടാണ് ഇന്ത്യയിൽ മഹിളാ ബാങ്ക് ആരംഭിച്ചത്. ഈ ഒരു മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ഉഷ അനന്തസുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അടുത്ത ബാങ്ക് നോക്കാം. മുദ്രാ ബാങ്കാണ് അടുത്തത്. ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനത്തിനായിട്ടാണ് മുദ്രാ ബാങ്ക് എന്നൊരാശയം മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മുദ്രാ ബാങ്ക് പദ്ധതി പ്രഖ്യാപിച്ചത് 2015 ഏപ്രിൽ 8. 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചത്. മുദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മുദ്രാ ബാങ്കിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മുദ്രാ ബാങ്ക് ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുദ്രാ ബാങ്ക് പദ്ധതി അനൗൺസ് ചെയ്തു. അത് പ്രഖ്യാപിച്ചത് എന്നാണ്? 2015 ഏപ്രിൽ 8. മുദ്ര എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ്. ഓക്കെ, മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ക്ലിയർ ആണല്ലോ?
അടുത്തത് ICICI ബാങ്കാണ്. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ICICI ബാങ്കിൻ്റെ പൂർണ്ണരൂപം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ് ICICI ബാങ്കിൻ്റെ പൂർണ്ണരൂപം. ഇനി എന്നാണ് ഈ ഒരു ICICI ബാങ്ക് രൂപീകരിച്ചത്? 1994 ICICI ബാങ്ക് രൂപീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ബാങ്കാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. ICICI ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, പക്ഷേ എല്ലാം പ്രധാനപ്പെട്ടവ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ATM അവതരിപ്പിച്ച ബാങ്ക് ICICI ബാങ്കാണ്. അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്ക് ICICI ബാങ്കാണ്. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കും ICICI തന്നെയാണ്. ഇനി ആദ്യമായി ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായിട്ട് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI തന്നെയാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായിട്ട് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI തന്നെയാണ്. ഇനി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? അതും ICICI തന്നെയാണ്. 2005 കേട്ടോ. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ICICI ബാങ്കാണ്. ഇനി ICICIയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ആണ്. അതുപോലെ 2021 ഏപ്രിലിൽ ICICI ബാങ്ക് റീറ്റെയിൽ വ്യാപാരികൾക്കായിട്ട് ആരംഭിച്ച പുതിയ ഒരു ഡിജിറ്റൽ ബാങ്കിങ് സേവനമുണ്ട്. അതിൻ്റെ പേരാണ് മർച്ചന്റ് സ്റ്റോക്ക് എന്നുള്ളത്. ഓക്കെ, 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കാർഷിക വായ്പകൾ കൊടുക്കാൻ തീരുമാനിച്ചു. 2021 ഏപ്രിലിൽ ICICI ബാങ്ക് റീറ്റെയിൽ വ്യാപാരികൾക്കായിട്ട് ഒരു പുതിയ ഡിജിറ്റൽ ബാങ്കിങ് സേവനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മർച്ചന്റ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ICICIയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? ICICIയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI ബാങ്ക്. രൂപീകൃതമായ വർഷം 1994. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ICICI ബാങ്ക്. അത് 2005. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ബാങ്കാണ് 1998. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ATM, അതായത് മൊബൈൽ ATM ആരംഭിച്ച ബാങ്കും ICICI ബാങ്ക് തന്നെയാണ്. കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI ബാങ്ക് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ബാങ്കാണ്. 2021 ഏപ്രിലിൽ റീറ്റെയിൽ വ്യാപാരികൾക്കായിട്ട് ആരംഭിച്ച ഒരു പുതിയ ബാങ്കിങ് ഡിജിറ്റൽ സേവനമാണ് മർച്ചന്റ് സ്റ്റോക്ക് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ICICIയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എല്ലാം കൃത്യമായി ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ബാങ്ക് IDBI ബാങ്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI ബാങ്ക്. ഈ ഒരു IDBI ബാങ്ക് എന്നാണ് നിലവിൽ വന്നത്? 1964 ജൂലൈ 1 IDBI ബാങ്ക് നിലവിൽ വന്നത്. 1964 ജൂലൈ 1 IDBI ബാങ്ക് നിലവിൽ വന്നത്. IDBI ബാങ്ക് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ബാങ്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്ക് എന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നാണ്? 2019 ജനുവരി 21. IDBI ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്ക് എന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടത് 2019 ജനുവരി 21. ഇനി എവിടെയാണ് ഈ IDBI ബാങ്കിൻ്റെ ആസ്ഥാനം?
മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് IDBI ബാങ്കിൻ്റെ ആസ്ഥാനമായിട്ട് പറയുന്നത്. വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് സ്ഥാപിച്ച ബാങ്കാണ് IDBI ബാങ്ക്. അപ്പോൾ നമുക്ക് IDBI ബാങ്കിനെ കുറിച്ച് ഇത്രേ പഠിക്കാനുള്ളൂ. എന്താണ് IDBI ബാങ്ക്? വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് സ്ഥാപിച്ച ബാങ്കാണ് IDBI ബാങ്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. 1964 ജൂലൈ 1 ഈ ബാങ്ക് നിലവിൽ വന്നത്. IDBI ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്ക് എന്നായി പുനഃസ്ഥാപിക്കപ്പെട്ടത് 2019 ജനുവരി 21 ആസ്ഥാനം മുംബൈയാണ്. ഓക്കെ, ഇനി ലീഡ് ബാങ്കുകൾ. ഇന്ത്യയിലെ ഓരോ ജില്ലയുടെയും വികസനത്തിനായിട്ട് പൊതുമേഖലയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ നിന്നുള്ള ഏതെങ്കിലും ഒരു ബാങ്കിനെ RBI ലീഡ് ബാങ്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ലീഡ് ബാങ്കിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീഡ് ബാങ്ക് എന്താണ്? ഇന്ത്യയിലെ ഓരോ ജില്ലയുടെയും വികസനത്തിനായിട്ട് പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നും RBI ഒരു ബാങ്കിനെ ലീഡ് ബാങ്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച RBIയുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവൻ ആരാണെന്നൊരു ചോദ്യം വന്നേക്കാം. പ്രൊഫസർ BR ഗാഡ്ഗിൽ ആണ്. ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവൻ പ്രൊഫസർ BR ഗാഡ്ഗിൽ ആണ്. ഇനി ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത് എന്നാണ്? 1969 ഡിസംബറിലാണ്. ഓക്കെ, ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത് 1969 ഡിസംബറിലാണ്. അപ്പോൾ ഇത് രണ്ടും ചെറിയ 2 ബാങ്കുകളായിരുന്നു. വളരെ എളുപ്പമാണ് പഠിക്കാൻ. IDBI ബാങ്കും ലീഡ് ബാങ്കുകളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പേയ്മെൻറ്റ് ബാങ്കുകൾ. എന്താണ് പേയ്മെൻറ്റ് ബാങ്കുകൾ? ബാങ്കിങ് സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുതായി നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. അപ്പോൾ എന്താണ് ഈ ഒരു ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുക എന്നതാണ് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുകളുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്തൊരു കമ്മീഷൻ ഉണ്ട്. അതേതാണെന്നറിയാമോ? നജികേത് മോർ കമ്മീഷനാണ് കേട്ടോ. നജികേത് മോർ കമ്മീഷനാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓക്കെ അല്ലേ? ബാങ്കിങ് സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന ബാങ്ക് ഏതാണ്? പേയ്മെൻറ്റ് ബാങ്കുകൾ. ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? നജികേത് മോർ കമ്മീഷൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി ഏതാണെന്നൊരു ചോദ്യം വന്നേക്കാം. അത് എയർടെൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി എയർടെൽ ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? പേയ്മെൻറ്റ് ബാങ്കുകൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് പൊതുവായിട്ടുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ടവയാണ്. PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്, ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്കാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT നിലവിൽ വന്നത് എന്നാണ്? 1945. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്നത് 1945. നമുക്കറിയാം അല്ലേ, SBT SBIയിൽ ലയിച്ചു. എന്നാണ്? 2017 ഏപ്രിൽ 1. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. SBT നിലവിൽ വന്നത് 1945 SBT SBIയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1 ഇനി കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഈ ഒരു ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്?
അപ്പു നെടുങ്ങാടിയാണ്. അപ്പു നെടുങ്ങാടിയാണ് കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ. ഈ ഒരു നെടുങ്ങാടി ബാങ്ക് പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. എന്നാണ് നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത്? 2003 നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് 2003. കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. അതിൻ്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്. ഈ നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചത് 2003. ഓക്കെ, ഇനി NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച ആദ്യ കേരളത്തിലെ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അതുപോലെ NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ്? ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെയോ? കേരളത്തിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ബാങ്ക് ആണ്. കേരളത്തിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ബാങ്ക് ആണ്. അത് മണ്ണൂത്തിയിലായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡും കേരളത്തിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ബാങ്കും ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞു? ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്നത് 1945. ഈ ഒരു SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ചത് 2017 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്. നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചത് 2003. NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ്. കേരളത്തിലെ ആദ്യ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ബാങ്കാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സെറ്റ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ കാർഡുകൾ ഉപയോഗിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ കാർഡുകൾ ഉപയോഗിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ആ ഒരു റോബോട്ടിൻ്റെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. ആദ്യമായിട്ട് ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയത് ഇന്ത്യയിലെ സിറ്റി യൂണിയൻ ബാങ്കാണ്. ആ ഒരു റോബോട്ടിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ചത് കാനറ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് OTP അധിഷ്ഠിതമായിട്ട് ATMൽ ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്ന് പറയുന്നതോ പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജില്ല, ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാടും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനവും കേരളമാണ്. ഓക്കെ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിലെ ആദ്യ ബയോഡീഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ആ ഒരു റോബോട്ടിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളവും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ കേരള ഉത്തരം വരുന്ന 2 ചോദ്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം, അതുപോലെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. ഇത്രയും ക്ലിയർ ആണല്ലോ? അടുത്ത സെറ്റിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ATMുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്.
ATM എന്നാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ്. അതിൻ്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അത് ചില വാക്കുകൾ മാറ്റിയിട്ടൊക്കെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് തെറ്റിപ്പോകാൻ പാടില്ല. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ ഫുൾ ഫോം. ഈ ATM കണ്ടുപിടിച്ചത് ആരാണ്? ATM കണ്ടുപിടിച്ച വ്യക്തി ജോൺ ഷെപ്പേർഡ് ബാരൺ എന്ന വ്യക്തിയാണ്. ജോൺ ഷെപ്പേർഡ് ബാരൺ ആണ് ATM കണ്ടുപിടിച്ചത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് HSBC ബാങ്കാണ്. HSBC ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ഇന്ത്യയുടെ ബാങ്ക് ഏതാണെന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം മാറും. വിജയ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ഇന്ത്യയുടെ ബാങ്ക് വിജയ ബാങ്കാണ്. ഇനി കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? അത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ATM കണ്ടുപിടിച്ച വ്യക്തി ജോൺ ഷെപ്പേർഡ് ബാരൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് HSBC ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ഇന്ത്യയുടെ ബാങ്ക് വിജയ ബാങ്കാണ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ICICI ബാങ്ക് വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ചോദ്യം തന്നെയാണിത്. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ്. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ബാങ്കാണ്. അടുത്തത്, ആദ്യ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? SBI ബാങ്കാണ്. ആദ്യമായി ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് SBI ബാങ്കാണ്. കൊച്ചി വൈപ്പിനിൽ ജങ്കാർ ബോട്ടിലാണ് 2004 ഈ ഒരു സംവിധാനം SBI ആരംഭിച്ചത്. കൊച്ചി വൈപ്പിനിൽ ജങ്കാർ ബോട്ടിൽ 2004 ഈ ഒരു സംവിധാനം SBI തുടങ്ങി വെച്ചത്. ആദ്യ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് അപ്പോൾ ആരാണ്? SBI ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ചത് ICICI ബാങ്കും ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBIയും. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്കാണ് കേട്ടോ. സിക്കിമിലാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM സ്ഥാപിച്ചത് ആക്സിസ് ബാങ്കാണ്, സിക്കിമിൽ. ഇനി ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? അത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പം നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ പൂർണ്ണരൂപം. ATM കണ്ടുപിടിച്ച വ്യക്തി ജോൺ ഷെപ്പേർഡ് ബാരൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് HSBC ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം സ്ഥാപിച്ച ഇന്ത്യയുടെ ബാങ്ക് വിജയ ബാങ്കാണ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ഇന്ത്യയിൽ മൊബൈൽ ATM ആരംഭിച്ച ആദ്യ ബാങ്ക് ICICI ബാങ്കും അതുപോലെ ആദ്യമായി ഒഴുകുന്ന ATM എന്നൊരു സംവിധാനം ആരംഭിച്ചത് SBI ബാങ്കുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM ബാങ്ക് എവിടെയാണ്? സിക്കിമിലാണ്. അത് ആരംഭിച്ചത് ആക്സിസ് ബാങ്കാണ്. ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. ഓക്കെ ആണല്ലോ. ഇതുവരെ നമ്മൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കുറേയേറെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബാങ്കുകൾ നമുക്ക് നൽകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേയൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. നമുക്കതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഒന്നാമത്തേത് ലോക്കർ സൗകര്യമാണ്. ലോക്കർ സൗകര്യം നമ്മൾ സിനിമകളിലും മറ്റുമായിട്ട് തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് പൊതുവെ അറിയാവുന്ന ഒന്നാണ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വെക്കുന്നതിനുള്ള സംവിധാനമാണ് ലോക്കർ സൗകര്യം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വെക്കുന്നതിനുള്ള സംവിധാനമാണ് ലോക്കർ സൗകര്യം. ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരു അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് അയക്കാവുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം അയക്കുന്നതിനായിട്ട് ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെയിൽ ട്രാൻസ്ഫർ ആണ്.
ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ബാങ്കുകൾ ഒരുക്കി തരുന്ന സൗകര്യത്തെയാണ് നമ്മൾ മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നും ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ തയ്യാറാക്കി തരുന്ന സൗകര്യമാണ് മെയിൽ ട്രാൻസ്ഫർ. ഇനി ഈ ഒരു മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ പണം അയക്കാൻ പറ്റുന്ന മറ്റൊരു സംവിധാനമുണ്ട്, അതാണ് ടെലിഗ്രാഫ് ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫ് ട്രാൻസ്ഫർ. അടുത്തത് പ്ലാസ്റ്റിക് മണിയാണ്. പ്ലാസ്റ്റിക് മണി കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പണം കൈവശം കരുതാതെ തന്നെ കാർഡ് ഉപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്റ്റിക് മണി. ഈ ഒരു പ്ലാസ്റ്റിക് മണിക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ പറയാവുന്നതാണ്. പണം കൈവശം കരുതാതെ തന്നെ കാർഡ് ഉപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി എന്നാണ്. ഇനി നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയെ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്ന് പറയുന്നു. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയുടെ പേരെന്താണ്? ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ലോക്കർ സൗകര്യം. എന്താണ് ലോക്കർ സൗകര്യം? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ലോക്കർ സൗകര്യം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണ്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യത്തെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അടുത്തത് എന്താണ്? മെയിൽ ട്രാൻസ്ഫർ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനായിട്ട് ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് മെയിൽ ട്രാൻസ്ഫർ. ടെലിഗ്രാഫ് ട്രാൻസ്ഫറോ? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫ് ട്രാൻസ്ഫർ. പ്ലാസ്റ്റിക് മണി എന്താണ്? പ്ലാസ്റ്റിക് മണിക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു, ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് നമുക്കിത് പറയാലോ. പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് ആണ്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബാങ്ക് തരുന്ന സേവനങ്ങളിൽ നിന്ന് എന്തോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണത്? ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായിട്ട് പറയുന്നത്. അതായത് ധനകാര്യ രംഗത്ത് ഇവ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും ഇവ നിർവഹിക്കുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ഇതൊക്കെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നൽകുന്ന സേവനങ്ങളായിട്ടുള്ള മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ, അതുപോലെ ചെക്ക് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കൽ, ഈ സേവനങ്ങളൊന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് തരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നിവയാണ് അടിസ്ഥാന ധർമ്മങ്ങളിൽ പെടുന്നത്. ചെക്ക് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കൽ, മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സംവിധാനങ്ങൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കില്ല. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനി എന്നിവയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് അവ ഓരോന്നായിട്ട് നോക്കാം. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. എന്താണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് RBI ആണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുടെ മേൽനോട്ടം നിർവഹിക്കുന്നത്.
1936 കമ്പനി ആക്ട് പ്രകാരമാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കിതര ധനകാര്യ കമ്പനികൾ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഹയർ പർച്ചേസിന് വായ്പ നൽകുക, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുക, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുക, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുക, ചിട്ടി നടത്തുക തുടങ്ങിയ പ്രധാന സേവനങ്ങളും കൂടി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിലാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. 1936 കമ്പനി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കിതര ധനകാര്യ കമ്പനികൾ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇനി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ്. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഓർത്ത് വെക്കുക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE. അതിൻ്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്, മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു നിക്ഷേപ മാർഗമാണ് അല്ലേ. ഇപ്പോൾ സാധാരണക്കാർക്ക് എല്ലായ്പ്പോഴും നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു പരിമിതിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങളിലും അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കും. എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നത്, ഇപ്പോൾ ലാഭമാവട്ടെ നഷ്ടമാവട്ടെ, അത് തിരികെ നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിച്ചിട്ട് ഇതിലൂടെ ലഭിക്കുന്ന ലാഭമാവട്ടെ നഷ്ടമാവട്ടെ അത് നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൊതുമേഖലയിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 3 പ്രധാനമായിട്ട് പറയുന്നത്. UTI, യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. രണ്ടാമത് LIC മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്. മൂന്നാമത് SBI മ്യൂച്വൽ ഫണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട്. ഓക്കെ ആണല്ലോ. പൊതുമേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് UTI, LIC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്. അടുത്തത് ഇൻഷുറൻസ് കമ്പനികളാണ്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് കമ്പനികൾ? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. അതുകൂടാതെ ഇവ സാമൂഹിക സുരക്ഷിതത്വവും അതുപോലെ വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം ഉറപ്പു നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. അതുകൂടാതെ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇനി ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് കമ്പനി ഏതാ? LIC അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് LIC. ഇന്ത്യയിൽ വ്യക്തികളുടെ ജീവനും ആരോഗ്യത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LIC എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് IRDA. ഈ IRDA ആണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനി LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IRDA ആണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇൻഷുറൻസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഓക്കെ. ഈ ഒരു ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് സ്ഥാപിതമായത്?
അതായത് ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1818 1818 കൊൽക്കത്തയിലാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്. 1818 ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അത് സ്ഥാപിതമായത് 1818 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അത് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്വറൻസ് സൊസൈറ്റിയാണ്. 1871 വന്നിട്ടുള്ള ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്വറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇനിയൊരു വർഷം ഓർത്ത് വെക്കാനുണ്ട്. 1956 ജനുവരി 19. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ചത് 1956 ജനുവരി 19 കേട്ടോ. ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷം 1956 ജനുവരി 19. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ചത്. കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വർഷം പറഞ്ഞു. ഒന്ന്, ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1818. രണ്ടാമത്, ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷം 1956 ജനുവരി 19. പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി LICയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ LIC സ്ഥാപിതമായ വർഷം ഏതാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 1956 സെപ്റ്റംബർ 1. നേരത്തെ നമ്മൾ പറഞ്ഞു ദേശസാൽക്കരിച്ച വർഷവും 1956 തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷവും 1956 തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC സ്ഥാപിതമായ വർഷവും 1956 തന്നെയാണ്. 1956 സെപ്റ്റംബർ 1 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC സ്ഥാപിതമായത്. ഓക്കെ, ഇനി എവിടെയാണ് LICയുടെ ആസ്ഥാനം? മുംബൈയിലാണ് LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആപ്തവാക്യം എന്താണ്? യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ് LICയുടെ ആപ്തവാക്യം. ഇനി ആദ്യ ചെയർമാൻ ആരാണ്? HM പട്ടേലാണ്. LICയുടെ ആദ്യ ചെയർമാൻ HM പട്ടേലാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ചെയർമാൻ ആരാണ്? LICയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ് കേട്ടോ. സിദ്ധാർത്ഥ് മൊഹന്തിയാണ് LICയുടെ നിലവിലെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജനറലായിട്ട് ഇൻഷുറൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ LICയെ കുറിച്ചും പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1818 കൊൽക്കത്തയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്വറൻസ് സൊസൈറ്റിയാണ് 1871. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലകളെ ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? 1956 ജനുവരി 19. അടുത്തത് LIC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC. ഇൻഷുറൻസ് കമ്പനികളിൽ ഏറ്റവും വലുത് ഏതാണ് ഇന്ത്യയിൽ? LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്? 1956 സെപ്റ്റംബർ 1. 1956 സെപ്റ്റംബർ 1 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ LIC സ്ഥാപിതമായത്. LICയുടെ ആസ്ഥാനം മുംബൈയാണ്. ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. LICയുടെ ആസ്ഥാനം മുംബൈയിലാണ്. LICയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. LICയുടെ ആദ്യ ചെയർമാൻ HM പട്ടേലാണ്. HM പട്ടേലാണ് LICയുടെ ആദ്യ ചെയർമാൻ. എന്നാൽ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. LICയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഹരി വിപണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓഹരി എന്താണെന്ന് നോക്കാം. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒരു ഷെയറാണ്. ഷെയർ സാമ്പത്തിക വിപണിയിൽ പാർട്ട്ണർഷിപ്പ് കമ്പനികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ ട്രസ്റ്റുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അളവാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് ഷെയർ അല്ലെങ്കിൽ ഓഹരി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം ഉടമസ്ഥാവകാശത്തെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറ്റുക എന്ന് കരുതുക. അങ്ങനെയുള്ള ഓരോ ചെറിയ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു ഷെയർ എന്ന്. ഓക്കെ, ഈ ഓഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്നത് ഒരു വ്യാപാര വസ്തുവാണ്. നമുക്കത് വാങ്ങുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ
ഈ ഓഹരികളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധനകാര്യ സംവിധാനങ്ങൾ ഉപയോഗിക്കും. അത്തരത്തിലുള്ള ധനകാര്യ സംവിധാനത്തെയാണ് നമ്മൾ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഓഹരി വിപണി ഏതാണ്? ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് പഠിക്കുന്നത്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി ഏഷ്യയിലേത് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1875 ആണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1875 ആണ്. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓഹരി വിപണി എന്താണെന്ന് പറഞ്ഞു, ഓഹരി എന്താണെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് സ്ഥാപിതമായ വർഷം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1875 ആണ്. ഇനി നമ്മൾ സെൻസെക്സ് എന്നും അതുപോലെ നിഫ്റ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? സെൻസെക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ. അപ്പോൾ നിഫ്റ്റിയോ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 ആണ് നിഫ്റ്റി എന്നറിയപ്പെടുന്നത്. സെൻസെക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സും നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 ഇതൊരു PSC ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണെന്ന്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 ആണ് നിഫ്റ്റി. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ സെൻസെക്സ് എന്ന് പറയുന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ്. എന്നാൽ നിഫ്റ്റി എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി. ഇനി സെൻസെക്സിലേക്ക് വരാം. സെൻസെക്സ് എന്നൊരു പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദീപക് മൊഹാനി. സെൻസെക്സ് എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ്. ഈ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നതാണ് സെൻസെക്സ് എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് നിഫ്റ്റി. ക്ലിയർ ആണല്ലോ? ഇനി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതെന്ന് അറിയണ്ടേ? ഫെർവാനി കമ്മിറ്റിയാണ്. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഫെർവാനി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1992 ആണ്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. സ്ഥാപിതമായ വർഷം 1992 ആണ്. ഓക്കെ. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1992 ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ്. ഇനി കേരളത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യത്തേത്. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം നമ്മളിവിടെ സെൻസെക്സ് എന്താണെന്ന് പറഞ്ഞു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരാണ് സെൻസെക്സ്. സെൻസെക്സ് എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ദീപക് മൊഹാനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്.
ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് നിഫ്റ്റി എന്നാണ്. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഇനി ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ സെബിയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ഥാപനം സെബി അത് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളിലെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റികളുടെയും അതുപോലെ ചരക്ക് വിപണികളുടെയും നിയന്ത്രണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇത് 1988 ഏപ്രിൽ 12 ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് സ്ഥാപിതമായത്. അതിനുശേഷം 1992 സെബി ആക്ട് വന്നു. സെബി ആക്ട് പ്രകാരം 1992 ജനുവരി 30 നിയമപരമായ അധികാരങ്ങൾ ഈ സെബിക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റികളുടെയും ചരക്ക് വിപണിയുടെയും നിയന്ത്രണം നടത്തുന്ന സ്ഥാപനമാണ് സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുകൂടാതെ നിലവിൽ വന്നത് 1988 ഏപ്രിൽ 12 സ്ഥാപിതമായത്. അതൊരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് സ്ഥാപിതമായത്. അതിനുശേഷം 1992 സെബി ആക്ട് നിലവിൽ വന്നു. 1992 സെബി ആക്ട് പ്രകാരം 1992 ജനുവരി 30 ഈ സെബിക്ക് നിയമപരമായ അധികാരങ്ങൾ നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്? GS പട്ടേൽ കമ്മിറ്റിയാണ്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. പിന്നെ ആരാണ് സെബിയുടെ ആദ്യ ചെയർമാൻ? ഡോക്ടർ SA ഡേവ് ആണ് സെബിയുടെ ആദ്യ ചെയർമാൻ. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാനായ ആദ്യ വ്യക്തിയാണ് GV രാമകൃഷ്ണ. സെബിയുടെ നിലവിലെ ചെയർമാൻ മാധബി പൂരി ബൂച്ച് ആണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. അതുകൂടാതെ സെബിയുടെ കീഴിൽ ആകെ എത്ര ഓഹരി വിപണികൾ ഉണ്ടെന്ന് ചോദിച്ചേക്കാം. 9 ഓഹരി വിപണികളാണ് സെബിയുടെ കീഴിലുള്ളത്. ആകെ ഓഹരി വിപണികൾ സെബിയുടെ കീഴിൽ 9 എണ്ണമാണ്. ഓക്കെ, GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. സെബി 1988 ഏപ്രിൽ 12 ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് നിലവിൽ വന്നത്. സെബി 1992 സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സ്ഥാപിതമായി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ വ്യവസ്ഥകൾ 1992 ജനുവരി 30 നിലവിൽ വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത് സെബി ആക്ട് എന്ന്. ഓക്കെ, അടുത്തത് സെബിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഡോക്ടർ SA ഡേവ് ആണ്. ഡോക്ടർ SA ഡേവ് ആണ് സെബിയുടെ ആദ്യ ചെയർമാൻ. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ച ശേഷം ആദ്യമായി ചെയർമാനായ വ്യക്തി GV രാമകൃഷ്ണയാണ്. GV രാമകൃഷ്ണയാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ആദ്യമായി ചെയർമാനായ വ്യക്തി. ഇനി ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധബി പൂരി ബൂച്ച് ആണ്. ഓക്കെ, സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. സെബിയുടെ കീഴിലുള്ള ആകെ ഓഹരി വിപണികളുടെ എണ്ണം 9 സെബിയുടെ കീഴിലുള്ള ആകെ ഓഹരി വിപണികളുടെ എണ്ണം 9. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നതിലെ ബാങ്കിതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനി എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്താണ്, അതിൽ പറഞ്ഞിട്ടുള്ള ബാങ്കിതര ധനകാര്യ കമ്പനി അവയുടെ വിശദാംശങ്ങൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ട് അവയുടെ വിശദാംശം, പിന്നീട് ഇൻഷുറൻസ് കമ്പനികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേ തുടർന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു. LICയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഓഹരി വിപണി എന്താണെന്ന് നോക്കി. ഓഹരി വിപണിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിച്ച ശേഷം നമ്മൾ സെബിയെക്കുറിച്ചാണ് പറഞ്ഞത്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളും കൂടെ പഠിച്ച ശേഷം ഇതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.